കച്ചവട ഫാമിൽ പോയാൽ ഇത് വന്നിട്ട് ഒരു 55 ഇവർക്കിட்ட മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 പശും കൂട്ടി ഒരു 1.15 ഇവർ മേടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു പശുവിനെ മേലോട്ട് 15,000 to 20,000 കയറും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ പശു ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതിനെ 10,000 കയറ്റിയാണ് കച്ചവടക്കാർ പറയുന്നത്. ബ്രോക്കർ വന്നിട്ട് ഇപ്പൊ എന്നെ പോലെ ബ്രോക്കർ ഉണ്ട്. ഇപ്പൊ എന്നെ പോലെ പറഞ്ഞാൽ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ഈ പശു വന്നിട്ട് 65 മേടിച്ചു കൊടുക്കുന്നത് അവരുടെ കയ്യിലുള്ളൂ, 75 കൊടുക്കുന്നത് ബ്രോക്കറുടെ കയ്യിൽ തന്നെ ഉള്ളൂ. ശരി. ഇപ്പൊ എന്റെ കയ്യിൽ വന്നാൽ നിങ്ങൾ കർഷകരുടെ അടുത്ത് വന്നാൽ 55 മേടിച്ചു കൊടുക്കും. എനിക്ക് ഇതിൽ 1000 രൂപ കമ്മീഷൻ പോകും, 54 അവരുടെ കയ്യിൽ പോകും. ഇതേ വന്നിട്ട് കച്ചവടക്കാരുടെ അടുത്ത് പോയാൽ ഈ പശു വന്നിട്ട് 65 പോകും. 65 പോയി അവരുടെ കമ്മീഷനൊക്കെ കയറി കഴിഞ്ഞാൽ 70-75 ആകും. പിന്നെ അവരുടെ കാശ് പോകും. ഈ 15 ലിറ്റർ 16 ലിറ്റർ കറക്കണ പശുവിനെ വന്നിട്ട് നിങ്ങൾ 75 ലിറ്റർ 75,000 കൊടുത്ത് മേടിച്ച് എന്ത് കാര്യം? എന്ത് കിട്ടും? ഒന്നും കിട്ടത്തില്ല. വിഘ്നേഷ്, ഇത് രണ്ടും ഒരേപോലത്തെ പശുക്കളാണോ? സെയിം പ്രായത്തിലെ വന്നിട്ട് ഇത് സെക്കൻഡ് ലാക്ടേഷൻ, ഇത് കന്നി. ഒരേ ബ്രീഡ്. ചെമ്പൂത്ത് കളർ ജെർസിനെ വന്നിട്ട് ചെമ്പൂത്ത് ബ്ലാക്ക് മിക്സിങ്. ഇതും അതേപോലെ തന്നെ. ഇത് അതേപോലെ തന്നെ. പക്ഷെ ഇത് വന്ന് കന്നി പേരിൽ ഒരു 13 ലിറ്റർ പ്രതീക്ഷിക്കാൻ പറ്റും. ഇതിന് ഒരു 16 ലിറ്റർ കിട്ടും. ഇത് കന്നിയാണല്ലേ? ഇവ കന്നി. പക്ഷെ ഹൈറ്റ് ഒക്കെ ഒന്ന് ഇതിന് കൊമ്പൊക്കെ ചെത്തി കളഞ്ഞിട്ട് കണ്ട. കൊമ്പൊക്കെ ഇച്ചിരി മിനിക്കിയിട്ടുണ്ടല്ലേ? പൊങ്കൽ ഫംഗ്ഷൻ ശേഷം ഇതിനൊക്കെ പെയിന്റ് അടിക്കും. ഇത് രണ്ടാമത്തെ സെക്കൻഡ് കടിഞ്ഞൂല് സെക്കൻഡ് ഒരേ ബ്രീഡിൽപ്പെട്ട 2 പശുക്കള്. നമുക്ക് പാലൊക്കെ എത്ര കിട്ടുമായിരിക്കും ഇതിന് വന്നിട്ട് ഒരു 8 ലിറ്റർ പ്രതീക്ഷിക്കാൻ പറ്റും. ഇതിന് വന്നിട്ട് 2 നേരം കൂടി ഒരു 13 ലിറ്റർ പ്രതീക്ഷിക്കാം. കടിഞ്ഞൂലല്ലേ? കടിഞ്ഞൂല്. സെക്കൻഡ് വരുമ്പോൾ എത്ര കിട്ടുമായിരിക്കും? സെക്കൻഡ് വരുമ്പോൾ 1 ലിറ്റർ 2 ലിറ്റർ കൂടി കിട്ടുന്നുണ്ടല്ലേ? പെട്ടെന്ന് കയറി കിട്ടും പറയാൻ പറ്റില്ല. എന്ത് സംബന്ധം പറഞ്ഞാൽ ഇതിന്റെ വെള്ളം തീറ്റ ആകാരം, പിന്നെ രണ്ടാമത് ഈ പശുവിനെ വന്നിട്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ പശുവിനെ നോക്കുന്ന ആൾക്കാരനുസരിച്ച്. ശരി. അതെ, നമ്മൾ നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പാല കിട്ടും അല്ലേ? ഓക്കെ ചേട്ടാ, നമുക്ക് ഇത് ഇപ്പം എത്രയാണ് ചേട്ടൻ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും? ചേട്ടാ, ഈ പശുവിന്റെ ഉടമസ്ഥൻ പറയുന്ന വില വന്നിട്ട് 65 പറയുന്നത്. ഇപ്പൊ എന്റെ താല്പര്യത്തിൽ വന്നിട്ട് ഇതിന് വന്നിട്ട് ഒരു 55 മേടിക്കാൻ പറ്റും. ഈ പശുവിനെ വന്നിട്ട് ഒരു 52 to 55 ഉള്ളിൽ രണ്ടോട് ഒരുമിച്ച് എടുത്താൽ ഒന്നിന് കിട്ടുമോ? ഒരു 1.15 കിട്ടും. രണ്ടോട് ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെ കടിഞ്ഞൂലും സെക്കൻഡ് ലാക്ടേഷൻ ഒരേ ബ്രീഡ് അല്ലേ? അത് എന്ത് സംഭവം പറഞ്ഞാൽ ഇവിടെ എടുത്താൽ ഇങ്ങനെ. അതെ, ഈ സ്ഥലത്ത് എടുത്താൽ ഇവരുടെ വീട്ടിൽ വെച്ച് എടുത്താൽ ഓക്കെ. അതാ ഞാൻ ചോദിച്ചത്. ഈ ഒരു വീട്ടിൽ വെച്ച് നമ്മുടെ കർഷകന്റെ കൃഷിക്കാരന്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ രണ്ടിനോടെ വേണമെങ്കിൽ ചവിട്ടി പിടിച്ച് 1 രൂപയ്ക്ക് എടുക്കാം. ഇങ്ങനെ പശു എടുക്കാൻ അറിയില്ലാത്ത ആൾക്കാർ വന്നിട്ട്, അറിവില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ പറഞ്ഞത്. അവര് വന്നിട്ട് നല്ല ബ്രോക്കറെ തികഞ്ഞെടുത്തിട്ട് ആ ബ്രോക്കറെ വിളിച്ചിട്ട് വന്ന് ഒരു സ്ഥലത്തിന് 10 സ്ഥലം നോക്കണം. ആ 10 സ്ഥലത്തിന് എവിടെ പശു വില കുറച്ച് കിട്ടുമോ അവിടെ പോയി എടുക്കണം. പക്ഷേ സമയത്തിന് കയ്യിൽ പിടിച്ചു വരണം. ധൃതി വെച്ച് വരാനില്ല. ധൃതി വെച്ച് വന്നാൽ കിട്ടത്തില്ല. പൈസ പോകും. 50 പശു 75 എടുത്തോണ്ട് പോകേണ്ടി 25,000 നഷ്ടമാകും കേട്ടാ. ആ 25,000 എങ്ങനെ പാല് കറന്ന് നിങ്ങൾ എടുക്കാൻ പറ്റുമോ? 100% എടുക്കാൻ പറ്റില്ല. ഈ പശു പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ തന്നെ നിങ്ങൾക്ക് കറവ് കിട്ടും. 6 മാസത്തിൽ നിന്ന് പിന്നെ വന്നിട്ട് നിങ്ങൾ ഒരു 3 മാസം കുത്തി വെച്ചാ പിന്നെ നിങ്ങൾക്ക് വന്ന് ഒരു 7-8 മാസം നോക്കാൻ വേണ്ടി തരും. അത് പിന്നെ കയ്യിൽ നിന്ന് പൈസ അത് നഷ്ടം വേട്ടാ. അത് കഴിവതും അപ്പൊ കച്ചവട ഫാമിൽ ചോദിച്ചാൽ ഒത്തിരി പശുക്കളെ കച്ചവട ഫാമിൽ കാണാൻ പറ്റും. ഓക്കെ. പിന്നെ ഗ്രാമങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പശുക്കളെ ഇവിടെ തന്നെ ഇപ്പൊ ഒരു 6 പശു ഉണ്ട്, പക്ഷെ വില കുറവായിരിക്കും. പിന്നെ വീടുകളിലുള്ള പശു നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അവിടെ പോയാൽ ഒരു 2 രൂപ കൂട്ടി കിട്ടും. പക്ഷെ എന്ത് സംഭവം, ആ 2 രൂപ കൂടി കിട്ടിയാലും പ്രശ്നമില്ല. പശു വന്നിട്ട് നല്ല ആരോഗ്യത്തോടെ ഉണ്ടാകും, പ്രശ്നം വരില്ല. ഇതിന് മോഹവില ഒരു 55 ഒരു 2 രൂപ ചേർത്ത് കൊടുത്താൽ ഒരു പ്രശ്നം വരത്തില്ല. 2,000-ക്കും 25,000-നും ഡിഫറൻറ്റ് കൂടുതലുണ്ട്.